നമസ്കാരം, ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. സാംസങ് ഗാലക്സി M30ക്ക് ശേഷം M30s എന്ന പുതിയൊരു സ്മാർട്ട് ഫോണുമായിട്ട് സാംസങ് വന്നിരിക്കുകയാണ്. സെപ്റ്റംബർ 18 തീയതിയാണ് എൻ്റെ ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗത്തേക്ക് പോകാം. 6.4 ഇഞ്ച് വാട്ടർ റബ്ബർ നോച്ചോട് കൂടിയ ഒരു ഡിസ്പ്ലേ സെറ്റപ്പാണ് നൽകുന്നത്. സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 1080x2340 പിക്സൽ റെസൊല്യൂഷൻ ആ ഡിസ്പ്ലേ ഭാഗത്ത് കിട്ടുന്നുണ്ട്. 19.5:9 ആസ്പെക്ട് റേഷ്യോ നൽകുന്നു. കോർണർ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ഒന്നുകിൽ 3 അല്ലെങ്കിൽ 5. അതൊരു കൃത്യമായൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. സാധാരണ സാംസങ് നൽകുന്നത് 3ഉം 5ഉം ആണ്. അപ്പോൾ ഒരു 3 നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സാംസങ്ങിന് തന്നെ Exynos 9 ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. M30 നേരത്തെ Exynos 7 ആയിരുന്നു നൽകിയിരുന്നത്. ഇവ ഒരു അപ്ഡേറ്റഡ് ആയ ഒരു വേർഷനിലേക്ക് വരുമ്പോൾ Exynos 9 ഇവിടെ നൽകുന്നുണ്ട്. ഒക്ടാകോർ ചിപ്സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2.3 GHz ക്ലോക്ക് സ്പീഡും ഇവിടെ നൽകുന്നു. GB നോക്കുവാണെങ്കിൽ മാലി 672 MP3 ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ലൊരു GB പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. 4GB RAM 64GB സ്റ്റോറേജിലാണ് ബേസ് വേരിയൻ്റ് ആയിട്ട് ഇവിടെ സാംസങ് നൽകുന്നത്. 512 GB വരെ നമ്മളൊരു എക്സ്പാൻഡ് മെമ്മറിയുടെ സഹായത്തോടെ, ഒരു മൈക്രോ എസ്ഡിയുടെ സഹായത്തോടെ നമുക്ക് സ്റ്റോറേജ് കൂട്ടാൻ സാധിക്കും. ഡുവൽ നാനോ 4G സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പെർഫോമൻസ് ഡിസ്പ്ലേ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സാംസങ് ഗാലക്സി M30 ക്യാമറ ഭാഗത്തേക്ക് നോക്കുമ്പോൾ M30 13 മെഗാപിക്സലിൻ്റെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പായിരുന്നു നൽകിയിരുന്നത്. ഇവിടെ വരുമ്പോൾ ആ 13 മെഗാപിക്സൽ ക്യാമറ സെറ്റപ്പ് ഒന്ന് മാറ്റി 48 മെഗാപിക്സലിൻ്റെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഉയർന്ന ഒരു ക്യാമറ സെറ്റപ്പ് തീർച്ചയായിട്ടും സാംസങ് ഗാലക്സി M30s വരുമ്പോൾ സാംസങ് നൽകിയിട്ടുണ്ട്. 48 മെഗാപിക്സൽ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ, 5 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസർ അല്ലെങ്കിൽ ഒരു പോർട്രേറ്റിനോട് അത് കൃത്യമായിട്ട് കൺഫർമേഷൻ വരുന്നുള്ളൂ. എന്തായാലും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് റിയൽ ഭാഗത്ത് നൽകുന്നുണ്ട്. F2.0 ഫിസിക്കൽ അപ്പർച്ചർ ആണ് ആ ഒരു ക്യാമറ ഭാഗത്ത് കിട്ടുന്നത്. സാധാരണ ഈ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൽ F2.0 ഫിസിക്കൽ അപ്പർച്ചറിന് പകരം F1.7 ഫിസിക്കൽ അപ്പർച്ചറാണ് സാധാരണ നൽകാറ്. എന്തായാലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു ക്യാമറ സെറ്റപ്പ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് പ്രതീക്ഷിക്കാം. 16 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. F2.0 ഫിസിക്കൽ അപ്പർച്ചറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നേരത്തെ സാംസങ് ഗാലക്സി M30ലും ആ ഒരു ഫ്രണ്ട് ക്യാമറ തന്നെയായിരുന്നു നൽകിയിരുന്നത്. ബാറ്ററി കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. M30 5000 mAh ബാറ്ററി കപ്പാസിറ്റി ആയിരുന്നു നൽകിയിരുന്നത്. എന്നാൽ M30sലേക്ക് വരുമ്പോൾ ഒരു 6000 mAh ഉയർന്ന ബാറ്ററി കപ്പാസിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകുന്നത്. ഈ സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. ഏറ്റവും ഉയർന്ന ഒരു ബാറ്ററി കപ്പാസിറ്റി സാംസങ് നൽകിയിരിക്കുന്നു. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ടൈപ്പ് C പോർട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ 3.5 ഓഡിയോ ജാക്ക്, ഫിംഗർ പ്രിൻറ്റ് സെൻസർ കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നു. ഈ ഒരു 4GB RAM 64GB സ്റ്റോറേജിന് ഏകദേശം നമ്മളൊരു പ്രൈസ് നോക്കുമ്പോൾ ഒരു 16,000 രൂപ മുതൽ ഒരു 12,000 രൂപ വരെ പ്രൈസ് റേഞ്ച് നൽകിയേക്കാം. നമുക്ക് കൃത്യമായൊരു ധാരണ നമുക്ക് കിട്ടിയിട്ടില്ല. കുറച്ച് സ്പെസിഫിക്കേഷൻസൊക്കെ വരും ദിവസങ്ങളിലൊക്കെ മാറ്റം സംഭവിച്ചേക്കാം. നമുക്ക് കൃത്യമായി കിട്ടുന്ന കുറച്ച് ലീക്കൗട്ട് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അതുപോലെ തന്നെ Realme XT എന്ന സ്മാർട്ട് ഫോൺ സെപ്റ്റംബർ 13 തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ താമസിക്കാതെ തന്നെ Redmi Note 8ഉം Note 8 Pro ഒക്കെ ഇന്ത്യയിലേക്ക് വരും. ചൈന ഓൾറെഡി അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ താമസിക്കാതെ Realme, Redmi ഇന്ത്യ നല്ല ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിലും എല്ലാ രീതിയിലും ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള നല്ല സ്മാർട്ട് ഫോണുകൾ അവർ പെട്ടെന്ന് ഇറക്കുന്നുണ്ട്. അപ്പോൾ Realme XTക്കൊപ്പം തന്നെ Redmiയും അവരുടെ സ്മാർട്ട് ഫോണൊക്കെ ഇറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.